കാണാൻ തന്നെയാണ് രാജ്യത്തിന്റെ മറ്റൊരു പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ മമ്മൂട്ടിയെ തേടി എത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് പകരം വെക്കാൻ ആളുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകരം വെക്കാൻ ആളുകളില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. ഏതൊരു കലാരൂപമാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും നമുക്കറിയാം, ഒരാൾ പോയാൽ അയാളെപ്പോലെ ഒരു 7 പേര് കാണും, അല്ലെങ്കിൽ അയാളെപ്പോലെ പല ആളുകളും വരും. ഇപ്പം മണിച്ചേട്ടൻ പോയ സമയത്ത് മണിച്ചേട്ടന് പകരം വെക്കാൻ ആളില്ലാതെ എന്ന് പറഞ്ഞതുപോലെ മമ്മൂക്ക പോയി കഴിഞ്ഞാൽ, അല്ലെ മമ്മൂക്കയുടെ ഉള്ള സമയത്ത് പോലും മമ്മൂക്കയ്ക്ക് പകരം വെക്കാനായിട്ട് ആളുകളില്ല എന്ന് സാരം. മമ്മൂക്കയുടെ യുഗം അവസാനിച്ച് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മമ്മൂക്ക പോയാലും ഇവിടെ വേറൊരാളും വരാനില്ല എന്നുള്ളത്. അല്ലാതെ മമ്മൂക്കയെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതിനേക്കാൾ 100 ഇരട്ടി സ്നേഹം എനിക്കുണ്ട്. മമ്മൂക്ക ഫാനാണെന്ന് പറയുന്നതിൽ എനിക്കൊരു ചമ്മലും ഒരു നാണമൊന്നുമില്ല. കാരണം പണത്തിന് വേണ്ടി ചുമ്മാ ആക്രാന്തം പിടിച്ച് സിനിമ എന്നൊരു മനുഷ്യനൊന്നുമല്ല അദ്ദേഹം. അദ്ദേഹത്തിന് സിനിമയാണ് ആക്രാന്തം, അത് അഭിനയമാണ് ആക്രാന്തം, അല്ലെ അഭിനയമാണ് ഭ്രാന്ത്. ആ ഭ്രാന്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഞാൻ